ഹായ്, എല്ലാവർക്കും നമസ്കാരം. TJ ക്രിയേറ്റീവ് വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ പോകുന്നത് മുളകിൻ്റെ ഇല കുരുടിക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും റിസൾട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് അത് നിങ്ങളിൽ പങ്കുവെക്കുന്നതാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇല കുരുടിച്ച് ആകെ അവശതയായിട്ട് നിന്നൊരു മുളകും തൈയാണ്. ഫലമൊന്നും ഇല്ലാണ്ട് നിന്നേച്ചാണ്. അതിൽ ഞാൻ ഈ മരുന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ ഞാനൊരു കൊമ്പ് വെട്ടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. കണ്ടത് 100% റിസൾട്ടാണ്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നത്. നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് കണ്ട് ഇതിൻ്റെ എല്ലാം ഇലകളും നിങ്ങൾ നോക്കിയേ, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടിരിക്കണേണ്. ആദ്യം ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇല ഇതൊക്കെ കുരടിച്ച് ആകെ ഒരു നിവൃത്തിയില്ലാത്ത കൂട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഭംഗിയായി, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിനുവേണ്ടി ചെയ്തതെന്നുള്ളത് നമുക്കിന്നത് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ്. പിന്നെ വേണ്ടത് വേപ്പെണ്ണ. പിന്നെ വേണ്ടത് കോൺഫിഡർ ഇത്, പിന്നെ ഒരു അരിപ്പ, ഒരു സിറിഞ്ച്, പിന്നെ നമ്മുടെ സ്പ്രേ അടിക്കുന്ന ബോട്ടിൽ. അതൊക്കെ ഓപ്ഷണലാണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആദ്യം തന്നെ നമുക്ക് 2 ലിറ്റർ കഞ്ഞിവെള്ളത്തിന് 3 ലിറ്റർ പച്ചവെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് നീം ഓയിൽ പ്ലസ് ആണ്. അപ്പോൾ അത് നമുക്ക് രണ്ടാമത് സോപ്പ് ലൈൻ ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ തന്നെ മിക്സായി പോയിക്കോളും. ഇതിന് 1/2 ലിറ്ററിന് വരുന്നത് 345 രൂപയാണ്. ഇത് 1 ലിറ്ററിൽ 4 ml എന്നുള്ള രീതിയിലാണ് ചേർക്കുന്നത്. പിന്നെ കോൺഫിഡർ, ഇത് ഇല ഊറ്റി കുടിക്കുന്ന വെള്ള പ്രാണി ഇതിനൊക്കെ നശിപ്പിക്കും. ഇത് 50 ml വരുന്നത് 250 രൂപയാണ്. പിന്നെ ഒരു സിറിഞ്ച്, ഒരു അരിപ്പ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കഞ്ഞിവെള്ളം അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്താണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ അരിപ്പ വെച്ചിട്ട് നമുക്ക് കഞ്ഞിവെള്ളം അതിലേക്ക് സ്പ്രെയറിലേക്ക് ഒഴിക്കാം. അരിപ്പ വെച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൻ്റെ തരി എന്ന് കഴിഞ്ഞാൽ സ്പ്രെയർ ബ്ലോക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ അരിപ്പ വെച്ച് ഒഴിക്കുന്നത്. അപ്പോൾ അരിപ്പ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ബ്ലോക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിൽ ഒഴിവാക്കാം. പുളിച്ച കഞ്ഞിവെള്ളമാണ്. അത് നമ്മൾ കുപ്പിയിൽ തന്നെ വെച്ച് ശരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഡൈല്യൂട്ട് ആവും. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് ഒഴിക്കാൻ പറ്റും. ഇനി നമുക്ക് 1 ലിറ്ററിന് 4 ml വെച്ച്, അപ്പോൾ ഇത് 20 ml സിറിഞ്ചാണ്. അപ്പോൾ 4 എന്ന് പറയുമ്പോഴത്തേക്ക് 5 ലിറ്ററിനുള്ള കണക്കിലാണ് ഞാൻ കൂട്ടണത്. അപ്പോൾ 1 ലിറ്ററിന് 4 ml വേപ്പെണ്ണ വെച്ച് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെയ്യണത് കോൺഫിഡറാണ്. കോൺഫിഡർ ഇല ഊറ്റി കുടിക്കുന്ന ജീവികളെയൊക്കെ നശിപ്പിക്കാനും വെള്ള സംബന്ധമായിട്ടുള്ള പ്രാണികളെയൊക്കെ കളയാനൊക്കെ വളരെ ബെസ്റ്റാണ്. ഇത് 1 ലിറ്ററിൽ 5 തുള്ളി എന്നുള്ള രീതിയിലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ 25 തുള്ളിയാണ് ഈ ബോട്ടിലേക്ക് ഒഴിക്കുന്നത്. ഈ കോൺഫിഡർ നമുക്ക് എപ്പോഴും ചെയ്യണമെന്നില്ല. കാരണം ഇത് മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. കാരണം അപ്പോഴത്തേക്കും വെള്ളീച്ച കാര്യങ്ങളൊക്കെ പിന്നെ തീരെ വരാണ്ടാവും അതിലേക്ക്. അത് ഇല കുരുടിപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താലും മതി. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാം. നമ്മൾ 2 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഇനി 3 ലിറ്റർ വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 2 ലിറ്റർ നമുക്ക് ആദ്യം ആ കുപ്പി അളവ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ 2 ലിറ്ററിൻ്റെ കുപ്പി തന്നെ ഒഴിക്കുന്നത്. കഞ്ഞിവെള്ളത്തിൻ്റെ കറക്റ്റ് കോമ്പിനേഷനാണ് ഈ 2 ലിറ്ററിന് 3 ലിറ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇലയിലൊക്കെ പിടിച്ച് നിന്നോളും. അത് ചെടികൾക്ക് കൂടുതൽ പശപ്പൊന്നും വരില്ല. നമുക്ക് 1 ലിറ്ററും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. കാരണം അത് വെള്ളം എന്തോരം, ഇപ്പോൾ 5 ലിറ്ററിൻ്റെയാണ് ഇത് വരുന്നത്, സ്പ്രെയർ വരുന്നത്. ഒന്ന് വിളിക്ക് നോക്കട്ടെ. ഇത് താഴത്തൂടെ ഷെയ്ഡ് നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ട ആ ഷെയ്ഡ് ഞാൻ തിരിച്ചു നോക്കാം. അപ്പോൾ അതേ കണ്ട. ഇപ്പോൾ 4 ലിറ്ററായി. നമുക്ക് 1 ലിറ്ററും കൂടി ഒഴിച്ച് അത് 5 ലിറ്റർ ആക്കാം. ഇനി നമുക്ക് ചെടികൾ സ്പ്രേ ചെയ്യാം. ഇത് ഞാൻ ചെറുപ്പം മുതലേ വളർത്തി വെക്കണേണ്. കാരണം ഇത് കുഞ്ഞിലെ തന്നെ ഈ തൈ ഒരു കേടും എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ടൈം ഒരു കോൺഫിഡർ അടിക്കും. പിന്നെ അത് വളർന്ന് വലുതായതിനനുസരിച്ച് ഞാൻ വേപ്പെണ്ണയും കഞ്ഞിവെള്ളവും 2 ആഴ്ച കൂടുമ്പോൾ അടിച്ചു കൊടുക്കും. ഇനി നിങ്ങൾക്ക് വേപ്പെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കാശലവില്ലാണ്ട് നമുക്ക് ചെയ്യാൻ. വെറുതെ കഞ്ഞിവെള്ളം മാത്രം, അതായത് 2 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ 3 ലിറ്റർ വെള്ളം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്തോരെന്ന് വെച്ചാൽ അതനുസരിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ആഴ്ചയിൽ ചെയ്യാനുള്ള സമയം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേപ്പെണ്ണ ചേർക്കണം. വേപ്പെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി കുറച്ചും കൂടി കൂടുതൽ നീണ്ടു നിൽക്കും. നമുക്ക് 2 ആഴ്ചയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇലകളിലൊക്കെ ഇത് പിടിച്ചിരിക്കും. അപ്പോൾ അടിക്കുമ്പോൾ അടിയിലും മുകളിലൊക്കെ വന്ന രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആവും. ഇതിപ്പോൾ ഞാൻ അടിച്ചുകൊണ്ട് പിറ്റേ ദിവസമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ വീഡിയോ കണ്ട ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് ഉള്ളത് ഇപ്പോൾ ഇലകളിലെ കഞ്ഞിവെള്ളത്തിൻ്റെ അംശമൊക്കെ പിടിച്ചിരിക്കണ നിങ്ങൾ നോക്കി കണ്ട. എൻ്റെ ഈ മുളകും തൈ നിറച്ച് മുളകുമാണ്. ഇതുവരെ എനിക്കിതിൽ ഒരു രോഗവും വന്നിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്നത് ഇത് മാത്രമാണ്. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്താൽ ഉറപ്പാണ്. നിങ്ങൾ മുരടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫിഡറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കും.
സത്യസന്ധമായിട്ട് 100% ഉള്ള റിസൾട്ടാണ് കണ്ട. കഞ്ഞിവെള്ളത്തിൻ്റെ അംശമാണ് ആ മുളകിൽ ഇലകളിൽ പിടിച്ച് നിൽക്കുന്നത്. കണ്ട, ഇത് നിന്നാൽ തന്നെ ഒരുവിധപ്പെട്ട അണുക്കളൊന്നും അതിനകത്തൊന്നും പിടിക്കില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് തിരിഞ്ഞു നോക്കണ്ട. പിന്നെ എല്ലാ ആഴ്ചയിലും കഞ്ഞിവെള്ളം ഒഴിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. സ്പ്രെയറിലെടുത്ത് ഇതുപോലത്തെ ഒരു സ്പ്രെയർ ബോട്ടിൽ ഉണ്ടെങ്കിൽ സുഖമാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചാനലിൽ വന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇത് റിസൾട്ട് പ്രൂവൺ ആണ്, ഇതിൽ റിസൾട്ടിൽ നിങ്ങൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവട്ടെ. താങ്ക് യു.